ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം എൻ്റെ ചെറിയൊരു കൃഷിത്തോട്ടം, അതായത് നമ്മളെ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത് പോലെ എൻ്റെ ഒരു ചെറിയൊരു കൃഷിത്തോട്ടം ഇത്. അപ്പം കുറച്ച് ഇന്നത്തെ ദിവസം തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങനെ പെൻഡിങ് വെച്ചിട്ടുണ്ടായത്. കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, എൻവയോൺമെൻറ്റൽ ഡേ ആണ്, നമ്മളെ പരിസ്ഥിതി ദിനം. അപ്പം പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം നീറ്റായി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാനും അതുപോലെ പുതിയ പുതിയ വിളവ് കിട്ടുമ്പോൾ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നീറ്റായി വെക്കാൻ ഞാൻ ഒറ്റ വഴിയേ കണ്ടിട്ടില്ല. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തെല്ലാം കൂടുതൽ ഈ മുൾച്ചെടിയില്ലേ, മുള്ളിൻ്റെ എന്നതിന് പറയാം, നല്ല മുള്ള് വരുന്ന തൊട്ടാവാടിയില്ലേ, ആ തൊട്ടാവാടി ഫുള്ളായിട്ട് അങ്ങ് പടർന്നു വരുക വെച്ചാൽ ഒരു രക്ഷയുണ്ടാവില്ല. കാരണം ഇത് പറിച്ച് കളയാനും പറ്റില്ല പെട്ടെന്ന് അതുകൊണ്ട് ഞാൻ ഒറ്റ വഴിയാണ് ചെയ്തത്, ഫുള്ളായിട്ട് അങ്ങ് ഷീറ്റ് ഇട്ട് കൊടുത്തു. അതായത് വീഡ് മാറ്റ് എന്ന് പറഞ്ഞ ഷീറ്റാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏറ്റവും യൂസ്ഫുള്ളായത്. അപ്പോൾ ആർക്കെങ്കിലും അതായത് പുല്ല് പോലെ മുളക്കുന്നത് പറിച്ച് മതിയായവരുണ്ടെങ്കിൽ ഇതുപോലെ വീഡ് മാറ്റ് ഇട്ട് കൊടുത്താൽ മതി. വീഡ് മാറ്റ് ഇട്ടിട്ട് നമുക്ക് കൃഷി ചെയ്യാം, നീറ്റായിരിക്കും. അതുപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായാലും നമുക്ക് ഭയങ്കര ഒരു പ്രസന്നതയായിരിക്കും. എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മളെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൃഷിത്തോട്ടത്തിലേക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ എന്തിനാന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. കാരണം ഇത് ചെയ്യുന്നവർക്കും ഇതിനോട് താല്പര്യമുള്ളവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പം എല്ലാവരും കുറച്ച്, അതായത് നമ്മിപ്പം ഒരു 3 ഗ്രോ ബാഗിൽ വഴുതന, അതുപോലെ 3 എണ്ണത്തിൽ വെണ്ട, 3 എണ്ണത്തിൽ തക്കാളി, ഇതുപോലെ കുറച്ച് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിപ്പം വഴുതനയെല്ലാം ഒരു 3-4 വർഷമെല്ലാം നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഗ്രോ ബാഗിൽ നടുന്നില്ല, നിലത്ത് നടുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തു നോക്കാം. എല്ലാവരും ഒന്ന് വീട്ടിൽ കുറച്ച് കൃഷി. കാരണം മുമ്പത്തെ പോലെയല്ല ഇപ്പം എല്ലാവരും, അതായത് ചെറുപ്പക്കാരും എല്ലാവരും, പ്രായമുള്ളവർ മാത്രമല്ല ചെറുപ്പക്കാരും കൂടി കൃഷിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഇത് ബിസിനസ്സായിട്ടും അതുപോലെ തന്നെ സ്വന്തം ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം കൃഷിയിലേക്ക് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷം. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുവേ, അപ്പോൾ കൃഷി ചെയ്യാത്തത് എന്താണെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ നട്ട് കഴിഞ്ഞാൽ നന്നാവുന്നില്ല, അതുപോലെ എത്ര നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും പിടിക്കുന്നില്ല, കീടങ്ങൾ വരുന്നു എന്നെല്ലാം പറയും. അപ്പം ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മിപ്പം കുറച്ച് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ ഒരു 3 എണ്ണം കൂടി ചെയ്ത് നോക്കുക. ഇപ്പോൾ 3 വഴുതന ചെയ്യുന്നത് ഒരു 6 വഴുതന ചെയ്ത് നോക്കുക. പരിചരണം അത്ര വലിയ കുറേ സമയമൊന്നും കാര്യങ്ങളൊന്നും വേണ്ട. എന്നുവെച്ചാൽ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മൾ പാകി മുളപ്പിച്ച് ഒരു നല്ലൊരു 3-4 ഒരു 6 ഇല വരുമ്പം നമ്മൾ ഗ്രോ ബാഗിലോട്ട് മാറ്റി കൊടുക്കുക. പുറത്ത്, അതായത് മഴ വരുന്ന സ്ഥലത്ത് നട്ടു കൊടുക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥയിലെന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് കണ്ണൂർ ഭാഗത്ത്, അങ്ങോട്ടല്ല തെക്കൻ ഭാഗത്തൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ മഴ കുറച്ചും കൂടി കുറവാണ്. അപ്പം ഒരു ദിവസം വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മഴ. അപ്പം നല്ലൊരു കാലാവസ്ഥയാണ് പച്ചക്കറിക്കൊക്കെ. അപ്പം അതുപോലെ നോക്കി ചെയ്തു നോക്കുക. അങ്ങനെയാണ് നമുക്കൊരു താല്പര്യം ഉണ്ടാവുക. നമുക്ക് വീണ്ടും ചെയ്ത് അതിനൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കതിനൊരു താല്പര്യം തോന്നും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കീടനാശിനിയായിട്ടൊന്നും ചെയ്യണ്ട. നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് തന്നെ നമ്മളെ വീട്ടിലത്തെ 5 പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് ഈ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ വീട്ടിലത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റ്, ഇതൊക്കെ ഒരു ബക്കറ്റ്, അതായത് ഒരു 2 ബക്കറ്റ് അല്ലെങ്കിൽ 3 ബക്കറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, കഞ്ഞിവെള്ളം ബാക്കിയിലെ വേസ്റ്റ് വരുന്ന വെള്ളം ഒരു അരിപ്പയിലാക്കി ഇടാക്കി, ചോറ് വേറെ തന്നെ ഒരു ബക്കറ്റിലോട്ട് ഇടാനാക്കുക. അതുപോലെ കഞ്ഞിവെള്ളം മാത്രം ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കാൻ നോക്കുക. ഈ ചോറിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫുഡ് വേസ്റ്റ്, പച്ചക്കറി മുറിച്ച വേസ്റ്റ് വേറെ തന്നെ ഇടാൻ നോക്കുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ചകിരിച്ചോറോ അല്ലെങ്കിൽ മണ്ണോ, കുറച്ച് ഇല, കരിയില അല്ലെങ്കിൽ പച്ചിലയായാലും കുഴപ്പമില്ല, ഇലകൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു വളമായി മാറും. അതുപോലെ നമുക്ക് ഇടയ്ക്ക് നമ്മളിപ്പം മഴയിൽ തന്നെ ഇപ്പം മണ്ണ് വരുന്ന സമയത്ത് മണ്ണിരനെ കണ്ടു, 1, 2, 3 മണ്ണിരനെ എടുത്തിട്ട് ഇതുപോലെ ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കമ്പോസ്റ്റായി മാറും.
നന്നായിട്ട് നമുക്ക് പച്ചക്കറി കിട്ടാനും അതിനെല്ലാം കുറച്ച് മെനക്കേടുണ്ടെങ്കിലും കൂടി ആ ഒരു സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടിലെ ആവശ്യത്തിനല്ലാണ്ട് പുറത്ത് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. പുറത്ത് കൊടുക്കുന്നില്ലേ നമുക്ക് റിലേറ്റീവ്സിന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പം ആരെങ്കിലും ഗസ്റ്റ് വന്നു, നമുക്ക് അവർക്ക് കുറച്ച് പച്ചക്കറി എടുത്തു കൊടുക്കുക. ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അതെല്ലാം. അതുപോലെ നമ്മളെ വീടിനടുത്തുള്ളവർക്ക്, അയൽവക്കക്കാർക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി ഇല്ല പറഞ്ഞു പെട്ടെന്ന് നമ്മളെ കൃഷിത്തോട്ടത്തിൽ വന്ന് പറിച്ചെടുക്കാൻ, അങ്ങനെയുള്ള ഒരു സന്തോഷ കാര്യങ്ങളല്ലേ അതൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇതുപോലെ സ്ഥലങ്ങളില്ലവരാണെങ്കിൽ കുറച്ച് ഷീറ്റ് ഇട്ട് നോക്കുക. എന്നിട്ട് അതിലോട്ട് ഗ്രോ ബാഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നീറ്റായിരിക്കും. സ്ഥലം നീറ്റാകുമ്പോൾ നമുക്കതിലോട്ട് ചെയ്യാനും അതിന് ഇപ്പം രാത്രിക്കാണ് ഞാനെല്ലാം വർക്ക് ചെയ്യുന്ന വുമണാണ്. അപ്പം വർക്കിംഗ് വുമൺസിനെല്ലാം കൂടുതലായിട്ടും രാത്രി സമയത്തായിരിക്കും സമയം ഉണ്ടാവും, രാത്രിക്ക് അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യക്ക്. അപ്പം ഞാനെന്താ ചെയ്യുക, അതുകൊണ്ടാണ് മെയിനായിട്ട് എന്ന് വെച്ചാൽ ഇതുപോലെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഴജന്തുക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വിട്ട് ഗ്രോ ബാഗുകൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി വെള്ളം ഒഴിക്കാനായാലും അതിനെ പരിചരിക്കാനായാലും എളുപ്പമായിരിക്കും. അതുപോലെ ഒരു ഗ്രോ ബാഗ്, ഇതിപ്പം ഞാൻ സിമെൻറ്റിൻ്റെ ചാക്കില്ലേ അതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രോ ബാഗ് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ സിമെൻറ്റ് ചാക്കിൽ ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള മണ്ണ് അപ്പോൾ ചാക്കിങ്ങനെ അലിഞ്ഞു പോകും ഓരോ വർഷം കഴിയുന്നവരും. ഒരു വർഷം കഴിയാണ്ട് ഒരു 6 മാസം ആകുമ്പോൾ തന്നെ സിമെൻറ്റ് ചാക്ക് ഇതുപോലെ അലിഞ്ഞു പോകുമ്പോൾ അതിൽ നിന്ന് മണ്ണെടുത്ത് നമുക്ക് വേറൊന്നിലോട്ട് ഇട്ട് കൊടുക്കാം. അത് പിന്നെ വേറെ മണ്ണ് നിറക്കണം എന്നില്ല, കാരണം ഇത് നമുക്ക് ഗ്രോ ബാഗിലോട്ട് നിറച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കുക, ടിപ്സ് ചെയ്ത് നോക്കുക. പിന്നെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കൃഷീൻ്റെ വീഡിയോസ് ഉണ്ട്. അതായത് ഇന്ന മാസങ്ങളിൽ ഇന്നെല്ലാം കൃഷി ചെയ്യാമെന്നുള്ളത്, അതിനുള്ള പരിചരണങ്ങൾ, അതിനുള്ള കീടനാശിനികൾ ഏതെല്ലാം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ പന്തലിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മരങ്ങളില്ലവരാണെങ്കിൽ മരത്തിൽ തന്നെ കെട്ടി പന്തലിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം പന്തൽ കൃഷി ചെയ്ത് നോക്കാം. കിട്ടുന്നത് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളതല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. വെള്ളരിക്ക കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ, മത്തൻ, കുമ്പളം, അതുപോലെ ചുരക്ക, അതുപോലെ എല്ലാം ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൊടോരിക്കൻ്റെ പന്തലിട്ട് കൊടുത്തതായിരുന്നു. അപ്പം എല്ലാം നാശമായി. കാരണം അതെല്ലാം കൃഷിയെല്ലാം ചെയ്ത് ഞാനതിൻ്റെ കമ്പെല്ലാം മാറ്റി ഡ്രമ്മിൽ ഞാൻ മാവിൻ തൈ ഇട്ട് കൊടുത്തത്. അതായത് കാലാപ്പാടി, പിന്നെ അതുപോലെ ഓൾ സീസൺ മാംഗോ, കൊട്ടൂർക്കോണം, ഇത് മൂന്നുമാണ് ഞാൻ ഡ്രമ്മിൽ നട്ടു കൊടുത്തിട്ടുണ്ടായത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു വർഷം ആവണത്ര, 8 മാസം ആകുമ്പോൾ തന്നെ എനിക്കതിൽ തിരി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നന്നായിട്ടുണ്ടായിട്ടില്ല. അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇത് ഞാൻ മുകളിൽ നിന്ന് എടുത്ത ഞാൻ വൃത്തിയാക്കിയതിൻ്റെ വീഡിയോസാണത്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.